ഈ നാറി ഉണ്ടല്ലോ ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. റിയാക്ഷൻ വീഡിയോ എന്ന പേരിൽ സുഹൃത്തുക്കളുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കുന്ന ഈ പിശാജ് എന്താ ശരിക്കും വിചാരിക്കുന്നുണ്ടാവുക? എന്തോ സാമൂഹ്യ സേവനം നടത്തുകയാണോ? ഇവൻ നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ കുളിമുറിയിൽ വരെ ഇവൻ ക്യാമറ വെച്ചിട്ടുണ്ടാകും. പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് തെമ്മാടിത്തരം വിളിച്ചു പറയുന്ന ദേവദാസിയോടും പ്ലക്കിയോടും എനിക്ക് 10 പറയാനുണ്ട്. എന്താ ഉറക്കം വരുന്നു. ഈ സുനിത ദേവദാസിനെ, ഈ കമ്മി ക്യാപ്സ്യൂളിനെ ഞാൻ ഒരു വട്ടം എക്സ്പോസ് ചെയ്ത് പൊളിച്ചു വിട്ടതാ. ഇവളെ കണ്ടന്റ് മേക്കിംഗ് അല്ല, ഇവളുടെ കമ്മി ക്യാപ്സ്യൂളിന്. ഇവൾ ഇന്നിട്ട് തമ്മില് സീക്രട്ട് ഏജന്റ് എക്സ്പോസ്ഡ്. എടി ദേവദാസി, നീ എന്നെ എക്സ്പോസ് ചെയ്യണമെങ്കിൽ മിനിമം നീ എന്റെ ഏതെങ്കിലും ഒരു കേസ് എടുത്തിട്ട് വാ. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. അങ്ങനെയാണ് ഒരാളെ എക്സ്പോസ് ചെയ്യുന്നത്. അല്ലാതെ ഒരാൾ ചെയ്ത കണ്ടന്റ് എടുത്ത് വെച്ചിട്ട് ആ കണ്ടന്റിലൂടെയാണോ നീ എക്സ്പോസ് ചെയ്തു എന്ന് പറയുന്നത്? ആണോടി? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. നിന്റെ മാനിപ്പുലേഷൻ ആണ് ഞാൻ എക്സ്പോസ് ചെയ്തത്. മാധവ് സുരേഷിനെ അടക്കം ഒരു സാധനം എടുത്ത് വെച്ച് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള നിന്റെ കമ്മിത്തരം. എടി വേടല്ലേ, എടി മോളെ, നീ ഏത് രീതിയിലുള്ള കുത്തിത്തിരിപ്പാന്നുള്ളത് നിന്നോട് സംസാരിക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായതാണ്. കാലങ്ങൾക്ക് മുന്നേ നീ നാട്ടിലുള്ളപ്പോ നീ ആ പണി എടുത്തിരുന്ന ടൈമിൽ, കുത്തിത്തിരിപ്പ് പണി എടുത്തിരുന്ന ടൈമിൽ പിന്നെ നീ എന്ത് ചെയ്തു പറയോ? എന്നെ കണ്ടന്റ് മേക്കിംഗ് പഠിപ്പിക്കാൻ തുടങ്ങി. നീ പറഞ്ഞ പോലെ ഞാൻ കണ്ടന്റ് ചെയ്യണം, സൈ ക്വാളിറ്റിയിൽ വരണം. എന്താണ് നിന്റെ ക്വാളിറ്റി? കമ്മി ക്യാപ്സ്യൂൾ വിഴുങ്ങുന്നതാ, രാവിലെ നീച്ചിട്ട് കമ്മികളെ വെളുപ്പിക്കാൻ നടക്കുന്നതാ, അതാണ് നിന്റെ ക്യാപ്സ്യൂൾ? അതാണ് നിന്റെ കണ്ടന്റ് ക്വാളിറ്റി? ഏത് നേരത്താണോ? കൈരളിക്ക് ക്രെഡിബിലിറ്റി, പിണറായിക്ക് ക്രെഡിബിലിറ്റി, ഇതാണ് നിന്റെ ഐറ്റം അല്ലെ? അപ്പൊ ആ ലൈനിലേക്ക് ഞാനില്ല, ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോ അണ്ണിക്ക് പൊള്ളി. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. നിന്റെ ആഭാസം എന്താന്നുള്ളത് പച്ചയ്ക്ക് പൊളിച്ച വീഡിയോ ഇന്നും എന്റെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. അന്ന് നിനക്ക് റിപ്ലൈ അല്ലാതെ നീ അതിലും വലിയ ഒളിച്ചോട്ടക്കാരിയാ. അന്യനായിട്ട് എന്നെ അപമാനിക്കരുത്. ഞാനൊരു ലൈൻ ഓഫ് റെസ്പെക്ട് കീപ്പ് ചെയ്തിട്ടാണ് പലപ്പോഴും പലരോടും സംസാരിക്കാറ്. നിന്നോടൊന്നും ഒരു പുല്ലും ചുക്കും ചുണ്ണാമ്പിന്റെ ആവശ്യമില്ല എന്നുള്ളത് ഇന്ന് മുതൽ ഞാൻ അത് വിടുകയാണ്. ഇനി നിനക്കൊക്കെ ഉള്ള റിപ്ലൈ എങ്ങനെയായിരിക്കും? കിട്ടിയല്ലോ, കിട്ടി. ഓക്കെ, അപ്പൊ ഞാൻ പോട്ടെ.